ശിവ 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 ശങ്കര ഹര 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 ഹര. ഇന്ന് ശ്രീ മഹേശ്വരന്റെ മഹത്തായ രാത്രിയാണ് മഹാശിവരാത്രി. ശിവശങ്കര ജഗദീശ്വര വിശ്വേശ്വര മൃത്യുഞ്ജയ. ശിവശങ്കര ജഗദീശ്വര വിശ്വേശ്വര മൃത്യുഞ്ജയ. ശിവായ. ശ്രീ പരമേശ്വരന്റെ ദിവ്യ സാന്നിധ്യത്തെ ആദരിക്കാനും ഭക്തർക്ക് അനുഗ്രഹങ്ങൾ തേടാനും വേണ്ടിയിട്ട് ഇന്ന് ഭക്തജനങ്ങൾ എല്ലാവരും രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്ന് മന്ത്രങ്ങൾ ഉരുവിടുകയും അതുപോലെ തന്നെ ഉപവസിക്കുകയും ചെയ്യുന്ന ഒരു രാത്രി കൂടെയാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ശിവാരാധനയിലാണെന്ന് അറിയാം. നമ്മൾ മഹാശിവരാത്രിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതായത് ശ്രീ പാർവതി ദേവിയും മഹാദേവനും കല്യാണം കഴിച്ച ദിവസം ഇന്നാണ് എന്നൊരു ഐതിഹ്യമുണ്ട്. അതുപോലെ തന്നെ ഭക്തരുടെ ഇരുട്ട് വീണ ജീവിതത്തിലേക്ക് ഒരു ഐശ്വര്യമായി ഒരു വെളിച്ചമായി മഹാദേവനെ സ്വീകരിക്കുക എന്നൊരു ഐതിഹ്യവും കൂടെയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നതെന്നൊക്കെയാണ് പൊതുവെ പറഞ്ഞു വരാറ്. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, ഇതൊക്കെ അതിൽ ചിലത് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്നത് കാണാൻ സാധിക്കാത്തവർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കട്ടെ, എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലെ. അപ്പോ എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോ നമ്മുടെ കണ്ടസ്റ്റൻസും ജഡ്ജസും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബിനി ചേച്ചി നമസ്കാരം. ഔസേപ്പച്ചൻ സാർ സ്വാഗതം. രഞ്ജൻ ചേച്ചി സ്വാഗതം. അപ്പൊ 3 പേരെയും ഈ ഐശ്വര്യം നിറഞ്ഞ എപ്പിസോഡിലേക്ക് ഞങ്ങൾ 2 പേരും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. സ്വാഗതം കണ്ടസ്റ്റൻസ്, സ്വാഗതം നമ്മുടെ എപ്പിസോഡിലേക്ക്. എല്ലാവരും ഇരുന്നോളൂ. മീനാക്ഷി, അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ശിവരാത്രി ആഘോഷത്തിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു ശിവരാത്രി സ്പെഷ്യൽ എപ്പിസോഡാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ന് കോമ്പറ്റീഷൻ ഇല്ല, പക്ഷെ പാട്ടുകളുണ്ട്. പാട്ടുകളില്ലാതെ എന്ത് മ്യൂസിക്കൽ ലൈഫ് അല്ലെ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ മത്സരാർത്ഥികളുടെ കുറച്ച് പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാനായിട്ട് അവരോട് പെർഫോം ചെയ്യും. അപ്പൊ അതിനു മുന്നേ നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് ശിവരാത്രിയെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? എന്താണ് അവർക്ക് ശിവരാത്രി വിശേഷങ്ങളൊക്കെ അറിയാം. ബിന്നി ചേച്ചി, ഈ പൊതുവെ ശിവരാത്രി വ്രതത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എടുത്തിട്ടുണ്ടോ? ഇതിനു മുന്നേ ഇപ്പൊ ഫോളോ ചെയ്യാറുണ്ടോ? ആക്ച്വലി ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ എന്റെ ചേച്ചിമാര് 3 പേരും ചേട്ടത്തിയമ്മ 4 പേര് ഇവരെല്ലാം എടുക്കുന്നതാണ് ശിവരാത്രി വ്രതം. ഭയങ്കര വ്രതമാണ്. എനിക്ക് എന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് എന്നെ സംബന്ധിച്ചോളം അത് ഭയങ്കര ഒരു സങ്കടമാണ്. പിന്നെ ഞാൻ നിരാശയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് വ്രതം എടുക്കാൻ ഒരു വ്രതവും ഞാൻ ഇന്ന് വരെ, എനിക്കിപ്പം 51 വയസ്സായി, പക്ഷെ ഇതുവരെ ഒരു വ്രതവും ഞാൻ എടുത്തിട്ടില്ല. എനിക്കതിൽ ദുഃഖമുണ്ടോന്ന് ചോദിച്ചാൽ, ഭഗവാനെ ഞാനിങ്ങനെയാ, നീ തന്നെയാണ് എന്നെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് എനിക്ക് കഴിക്കാതിരിക്കാനൊന്നും വയ്യ എന്ന് എന്റെ തൊടുപുഴ കൃഷ്ണൻ ഞാൻ പ്രാർത്ഥിക്കുന്ന അതാണ്. തൊടുപുഴ ഞാൻ പ്രാർത്ഥിച്ചു. കൊച്ചിലെ തൊട്ട് പുള്ളിയാണ് വളർത്തിയതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. പുള്ളിക്കാരൻ രാവിലെ 3:30 തൊട്ട് വിശക്കുന്ന ആളാ തൊടുപുഴ കൃഷ്ണൻ. കുളിക്കാതെയാണ് ആഹാരം കഴിക്കുന്നത്, സങ്കല്പം. അപ്പൊ പുള്ളിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്ക് എങ്ങനെ വരാനാ? അതുകൊണ്ട് ഞാനും അങ്ങനെയായി. അതുകൊണ്ട് അവര് ക്ഷമിക്കും. അപ്പൊ അങ്ങനെ ഞാൻ എന്താണേലും വ്രതം എടുത്തിട്ടില്ല, പക്ഷെ ചേച്ചിമാരെല്ലാം വ്രതം എടുക്കും. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോ ഞാൻ കാണുന്ന വ്രതം എന്ന് പറയുന്നത്, എൻ്റെ മാമിയാര്, എൻ്റെ അമ്മായിയമ്മ 7-8 മണിക്ക് അമ്പലത്തിൽ പോയാൽ രാവിലെ 6 മണിക്ക് വരുള്ളൂ. അത്ര നേരം ജപമായിരിക്കും. അവിടെ ശിവരാത്രിക്ക് ഈ തിരുവാതിര കളി എന്നൊരു സംഭവം ഉണ്ട്. കന്നഡയില് റാഗി മുദ്ദ എന്ന് പറയും. ആ കളി രാത്രി ആകുമ്പോഴത്തേക്ക് ആ കളി അതാണ് കഴിക്കുന്നത്, കളി വിത്ത് സാമ്പാർ. അത് കഴിച്ചിട്ടേ അതപ്പോ അത് അമ്മ ചെയ്തു വെക്കുക. അത് എനിക്ക് ഇവിടെ എന്ത് പേരാ പറയണത്, തിരുവാതിര കളിയില്ലേ, കളിയും പുഴുക്കും. അതന്നെ. ഞങ്ങൾക്ക് പടച്ചോറ് കിട്ടും, കഞ്ഞിയും പുഴുക്കും കിട്ടും. അല്ലെ പടച്ചോറ്, തൈര്, എന്ന് പറയുന്നത് അയ്യേഴ്സിന്റെ ഇടയിലുള്ള ഒരു മധുരമുള്ള സംഭവമാണ്. അത് വെണ്ണ വെച്ചിട്ട് തിരുവാതിരക്കളിയും പുഴുക്കും രണ്ടും ഉണ്ട്. രണ്ടും ഉണ്ട്. രണ്ടും 2 രീതിയിലും കഴിക്കാം. സാമ്പാർ വെച്ചും കഴിക്കാം, സാമ്പാർ വെച്ചും കഴിക്കാം. അത് പക്ഷേ ഡെയിലി നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇത്. ഞാൻ ചെന്നൈ ചെന്നിട്ട് ഇതാണ് കണ്ടത്. ഒരുപാട് എൻ്റെ അക്കം പക്കം ചുറ്റുമുള്ള എല്ലാവരും ഓടും അമ്പലത്തിലേക്ക് രാവിലെ 6 മണി വരെ. അപ്പോഴും ഞാൻ വൈകുന്നേരം ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും 12 മണിയാകുമ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ്. അപ്പൊ ചേച്ചിമാര് 12 മണിയായി എല്ലാവരും നമ്മൾ ശിവായി ജപിച്ചു. ഞാൻ ഒരു കീർത്തനം ആലപിച്ചിട്ട് എന്തെങ്കിലും ഒരു 2 ലൈൻ അല്ലെങ്കിൽ ഒരു ഭജന എന്തെങ്കിലും ആലപിച്ചിട്ട്
ഭഗവാനെ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കിടക്കും. ഞങ്ങളുടെ അമ്പലത്തിലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. അവിടെ എങ്ങനെയാന്ന് വെച്ചാല് ദീപാരാധനയ്ക്ക് മുന്നേ അവിടെ ശരിക്കും എല്ലാ സ്ത്രീകളെല്ലാവരും വിളക്ക് വെച്ചിരിക്കും. ഈ വ്രതം നോറ്റിട്ട് വിളക്ക് വെച്ചിട്ടിരിക്കും, കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും. സോ എന്റെ അറിവ് ശരിയാണെങ്കിൽ അതിന്റെ ഒരു ഐതിഹ്യം ഇങ്ങനെയാണ്, ദാറ്റ് കല്യാണം കഴിഞ്ഞ സ്ത്രീകള് ഫോർ ഗുഡ് ഫാമിലി ആൻഡ് അതിന് മുന്നേ ഉള്ളവരാണെങ്കിൽ ടു ഗെറ്റ് എ ഗുഡ് ഹസ്ബൻഡ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്ന ഐതിഹ്യം. ദീപാരാധന തുടങ്ങുന്നതിന് മുന്നേ അവിടെ പോയി വിളക്ക് കത്തിച്ച് ഇരിക്കും. രാത്രി വെളുപ്പിന് 2 മണിക്ക് ശിവരാത്രി പൂജ കഴിയാതെ അവിടുന്ന് ആരും എഴുന്നേക്കത്തില്ല. അവിടുന്ന് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ ഇടയില് അവിടെ ശിവരാത്രി വെടിക്കെട്ട് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് ആണുങ്ങൾ എല്ലാവരും ശയന പ്രദക്ഷിണം ചെയ്യും. അതായത് 1-2 പേരെന്നല്ല, നമുക്ക് n നമ്പർ ഓഫ് പീപ്പിൾ ആണ്. നമുക്ക് വിചാരിക്കാവുന്നതിന്റെ അപ്പുറം ഒരുപാട് പേര് ശയന പ്രദക്ഷിണം ചെയ്യും. അപ്പം ഒരു സൈഡില് സ്ത്രീകൾ ഇങ്ങനെ വിളക്ക് കത്തിച്ചിരിക്കുന്നുണ്ടാവും, ഒരു സൈഡില് ആണുങ്ങൾ ശയന പ്രദക്ഷിണം ചെയ്യുന്നുണ്ടാവും. അത് ശരിക്കും ആയിരക്കണക്കിന് എന്ന് പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഒരു വർഷം ശിവരാത്രിക്ക് മാത്രം ശയന പ്രദക്ഷിണം നടത്തുന്നത്. അത് വല്ലാത്തൊരു ഫീലാണ്. അത് കഴിഞ്ഞ് 2 മണിക്ക് ശിവരാത്രി പൂജ കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ നിന്ന് എല്ലാവരും വിളക്കൊക്കെ അണച്ച് പോരുക. അത് ഭയങ്കര വലിയൊരു ഓർമ്മയാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഫീല് ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്റെ ഓർമ്മ ശരിക്കും ശിവരാത്രിക്ക് അതാണ്. രഞ്ജിനി ഭയങ്കര ശിവഭക്തിയാണ് കേട്ടോ. അതെ അല്ലേ? ഞാൻ കേട്ടിട്ടുള്ള രഞ്ജിനി ഭയങ്കര, ഞാൻ അത്ര വർഷങ്ങൾക്ക് മുമ്പേ അറിയാം എനിക്ക് രഞ്ജിനിയെ. ഒരു തൊട്ടാവാടിയായിരുന്ന രഞ്ജിനി എങ്ങനെ ഒരു തഗ്ഗായി എന്നുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശിവനെയാണ്. എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്നത് ശിവനെ. കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അദ്ദേഹത്തെയാണ്. ഞാൻ ഈ ഒരു ഡിഫറെന്റ് 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നേക്കുന്നതുകൊണ്ട് കുറെയൊക്കെ സ്പിരിച്വൽ ആണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ദൈവങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രൂപത്തെ കോൺസെൻട്രേറ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ കിട്ടുക. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന 2 രൂപത്തിൽ ഒന്ന് ശിവനാണ്. ഒരേ ശക്തിയുടെ 2 ഉഗ്രരൂപവും ശാന്തരൂപവുമാണ് ജീസസും ശിവനും എന്ന് പണ്ട് ഞാനൊരു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു, പേപ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വൺ ഓഫ് ദ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് തുടങ്ങിയതാണ്. അന്ന് ഈ പറഞ്ഞ പോലെ എന്റെ പേരൻസ് ഒട്ടും അങ്ങനെ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുന്ന കൂട്ടത്തിലുള്ളവർ, കാരണം അവര് തന്നെ വളരെ ലിബറലാണ്. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു വല്ലാതെ ഡൗൺ ആയിരിക്കുന്ന ഒരു പണ്ടേ തുടങ്ങി ചെറുതിലെ അമ്മയുടെ വീട് എന്ന് പറയുന്ന പക്ക അയ്യർ ഞങ്ങളുടെ മഠമാണ്. അപ്പൊ അവിടെ അമ്മയുടെ അച്ഛൻ ഞാൻ കണ്ടു വളർന്നിരിക്കുന്നത് ശിവപൂജ ചെയ്താണ്. എല്ലാ ദിവസവും രാവിലെ ശിവപൂജയാണ്. സാലിഗ്രാമം അതെല്ലാം വെച്ചിട്ട് അഭിഷേകം ചെയ്ത് താത്ത ഇല്ലേ മാമ കൊണ്ടുപോയിരിക്കാரு. ഇന്നും അത് നടക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഏറ്റവും മൂത്ത ആള് രാവിലെ 4 മണിക്ക് എണീറ്റ് ചോറ് നമ്മള് നൈവേദ്യം ചെയ്ത് അത് വെച്ചിട്ട് സാലിഗ്രാമം എല്ലാവർക്കും അഭിഷേകവും ഇതെല്ലാം കഴിഞ്ഞ് 1.5 മണിക്കൂർ നേരത്തെ ശിവപൂജയാണ് എല്ലാ ദിവസവും ഇന്നും നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ശിവനെ ഇഷ്ടമുള്ള പൂക്കള് പൂജയ്ക്ക് പൂവറക്കുന്നതൊക്കെ ഞങ്ങളാണ്. തമിഴിലെ പേശുങ്കോ കേൾക്കുന്നതൊക്കെ ഒരു വിരുപ്പം തെരിയോ എന്നാലും എല്ലാവർക്കും പുരിയും ഇങ്ങനെ മലയാളത്തിൽ തമിഴ് தெரியாம இருக்குமா சொல்லுங்க. അപ്പൊ ഞാൻ പറയുന്ന അയ്യർ തമിഴിലായിരിക്കും. അയ്യർ തമിഴിലേ சொல்லுங்க. நாங்களாக்கும் பூஜைக்கு பூ இருக்கிறதுக்கெல்லாம் போவோம். நாங்கள் கொட்டையில பூவெல்லாம் எடுத்துட்டு வந்து அதெல்லாம் ஆஞ்சு போட்டு இதெல்லாம் ശിവപൂജ അതിനാലേക്കും இந்த സ്തോത്രം എല്ലാം തെരിയും. എനിക്ക് എല്ലാ സ്തോത്രവും തെരിയും. സായങ്കാലം ആச்சுன்னா എല്ലാരും ഉட்காந்து സ്തോത്രം ജപിക്കണം. അത് മസ്റ്റാക്കും. അതിനാല് എന്നെ സ്തോത്രം കേട്ടുന്നാലും എനിക്ക് തെരിയും. എനിക്ക് രഞ്ജിനിയെ കാണുമ്പോഴല്ല, രഞ്ജിനി എത്ര ഫിലിമിൽ ഹീറോയിനായിട്ട് അഭിനയിക്കേണ്ട ഒരു കുട്ടിയല്ല. രഞ്ജിനി ചേച്ചി ഹീറോയിൻ സത്യം. ഇന്നാണ് ശരിക്കും ഞങ്ങൾ പറഞ്ഞു ഇത്ര എപ്പിസോഡ്സിൽ വന്നിട്ട് ചേച്ചി യു ലുക്ക് അമേസിംഗ് ഇന്ന്. അടിപൊളിയായിട്ട് നമ്മൾ കൊറേ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇത് വേറെ തന്നെ ഒരു அப்படியே தமிழ் பொண்ணு மாதிரி இருக்கு. எப்படி இருக்கு ചേച്ചി എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. ചേച്ചി അന്നൊന്നും സുന്ദരിയല്ലേ? ബിന്നി ചേച്ചി നീങ്ക വന്ന് ഓജി തമിഴ്. അപ്പൊ ഈ ശിവൻ എന്ന് പറയുന്ന ഇഫക്റ്റ് ഭയങ്കരമാണ്. പിന്നെ ഈ ഇത് കഴിഞ്ഞ പിന്നെ ഒരു കരിയർ തുടങ്ങിയ പിന്നെ ശിവരാത്രിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല ദൈവത്തിന്റെ കൃപയാൽ. ഏതെങ്കിലുമൊക്കെ ശിവന്റെ അമ്പലത്തിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും. വെളുപ്പിനെ 4 കഴിഞ്ഞ കൊല്ലോ 4 മണിവരെ പാടി. അത് നമ്മുടെ പ്രോഗ്രാംസ് തന്നെയാണ്. പക്ഷെ അതിൽ ഒരുപാടധികം ശിവന്റെ പാട്ടുകൾ, സത്യം ശിവം സുന്ദരം ആദ്യം പാടും, വടക്കും നാഥ പാടും, എന്നാൽ കഴിയുന്ന പാട്ടുകളൊക്കെ ഞാൻ പാടും. അങ്ങനെ കുറെ കാര്യങ്ങൾ പാടും. ഓക്കെ. അല്ല നമ്മള് ഔസേപ്പച്ചൻ സർ പറഞ്ഞില്ല. ഞാൻ വർഷത്തിൽ 365 ദിവസവും അല്ലെങ്കിൽ 365 ദിവസവും വ്രതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അതിന് മാത്രം
അടിച്ചു പൊളിച്ചിട്ട് ഒരു മാസം 2 മാസം വ്രതത്തിന് ഞാൻ കരുതി വെക്കാറില്ല. എല്ലാ ദിവസവും വ്രതമാണ് എൻ്റെ ഭക്ഷണ രീതികളും. ഇനി ഇതിൽ നിന്ന് ഞാൻ വ്രതം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായുവും വെള്ളം കഴിക്കാതിരിക്കണം. അപ്പൊ ദാറ്റ് ഈസ് മൈ സ്റ്റൈൽ, ദാറ്റ് ഈസ് ഫോർ മൈ ഹെൽത്ത്. ഇത് പൂർവികര് ഈ വ്രതം നല്ലതാണ് നമ്മൾക്ക് ശക്തി കിട്ടാൻ, നമ്മുടെ ഹെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം മനുഷ്യരുടെ സ്വഭാവം അറിയാലോ, അവരിങ്ങനെ വഴിതിരിച്ച് വഴി തെറ്റിപ്പോകും. അപ്പൊ അവരെ ഒന്ന് കൂട്ടി അറ്റ്ലീസ്റ്റ് എല്ലാ മതങ്ങളിലും ഉണ്ട് അത് വ്രതം. അതെല്ലാത്തിന്റെയും ബേസിക് കാരണം യു ഷുഡ് ഹാവ് എ സം എന്താ പറയാ അച്ചടക്കം. അപ്പൊ അത് ഉണ്ടാക്കാനൊരു കാരണം. ബട്ട് അതിന്റെ ബേസിക് ഐതിഹ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഐതിഹ്യങ്ങളാണ് എല്ലാം. ഇപ്പോ ഞങ്ങൾ ക്രിസ്ത്യൻസ്, ഞാൻ ഫോർ യുവർ ഇൻഫർമേഷൻ, ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു എന്താണ് മറ്റേ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഈസ്റ്റർ അതിന് വ്രതം എടുക്കുന്നു. ഇവിടെ ഇറ്റ്സ് ഓൾ വെരി സിമിലർ. കാരണം എല്ലാ മതങ്ങളിലും പറയുന്ന ആശയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അത് മനുഷ്യരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് പലരും പല ഇന്റർപ്രിട്ടേഷൻ നൽകി. അങ്ങനെ വ്യത്യസ്തമായ മതങ്ങൾ ഇവിടെ ഉണ്ടായി. അതിനുള്ള സാഹചര്യം നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം ഭാരതീയ സംസ്കാരത്തിന് ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ. വേറൊരു സ്ഥലത്തും അങ്ങനെ അനുവദിക്കില്ല. ഇവിടെ അങ്ങനെയില്ല. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ തോട്ട്സ്. സോ വി ആർ പ്രൗഡ് ടു ബി ഇന്ത്യൻ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഐതിഹ്യം എന്ന് പറഞ്ഞു, ഇപ്പോ ഈ ശിവരാത്രിയുടെ ഐതിഹ്യം പറഞ്ഞില്ലേ, അതൊരു വലിയ ത്യാഗത്തിന്റെ കഥയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈശ്വരൻ സ്വയം മനുഷ്യർക്ക് വേണ്ടി എന്തെന്നാ പറയാ തന്റെ ജീവനെ ബലിയർപ്പിക്കാൻ മുതിർന്നു. പക്ഷെ പാർവതി വന്ന് അത് തടഞ്ഞു. ആ ദിവസമാണ് നമ്മൾ ഈ ശിവരാത്രി നമ്മൾ കൊണ്ടാടുന്നത്. അപ്പൊ അത് എല്ലാത്തിൻ്റെയും പുറകിലെ ത്യാഗമാണ്. മനുഷ്യനേക്കാൾ വലിയ ത്യാഗം ചെയ്യുന്ന ദൈവങ്ങളെ നമ്മൾ ആരാധിക്കാൻ ഒരു 2 ദിവസം അതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത്. സാർ, നമുക്ക് ഇതേ ഐശ്വര്യത്തില് 2 പേരെ ഇങ്ങോട്ടേക്ക് പാടാൻ വേണ്ടി വിളിച്ചാലോ? ഭക്തിസാന്ദ്രമായിട്ട് നമ്മൾ തുടങ്ങിയതല്ലേ. നമുക്ക് സ്വാഗതം ചെയ്യാം രമ്യ ആൻഡ് വിദ്യ. അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിനു ഇടമില്ലേ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിനു ഇടമില്ലേ പ്രണവമുഖരിതമാമി പ്രകൃതിയിൽ പ്രണയമധു നൈവേദ്യവുമായി വിരിയും മലരിൻ ഇതളിൽ ഹരനുടെ തിരുമിഴി തഴുകുകില്ലേ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിനു ഇടമില്ലേ. ആദേവി പാദശ്രീ പോലെ മുന്നിലാരോ ചൂടി കാടും കർണികാരം സ്വർണശോഭം പൂജാമന്ത്രം പോലെ നീളെ കൂട്ടിനതമുയർന്നു മതകരങ്ങൾ ഗിരിതടങ്ങൾ അടവിത ഹൃദയനാഥമരുവി പാടി കളകളമാദേവി പാദശ്രീ പോലെ മുന്നിലാരോ
ശൈലകന്യകതാർ കവർന്നു ഹരകാല നേത്രമുടലുടറിയുണരവെ പുഷ്പബാണനൊരു മാത്ര കൊണ്ടു ഭസ്മമായി രതി ഹൃദയമുരുകവെ ഉയർന്നു കേളി താളമൊടു നിറമുണർന്നു ധൂളി പടലമുയരവേ. രമ്യ, വിദ്യ എങ്ങനെ പാടിയെന്ന് തോന്നി? എങ്ങനെ ഉണ്ടായിരുന്നു? ജഡ്ജസ് മൂന്നുപേർക്കും ഇഷ്ടമായ? ഇത് രസമായിട്ട് ഇപ്പൊ ഞങ്ങൾ അത് ചോദിച്ചു, എങ്ങനെ സാർ എന്നോട് ചോദിക്കാം, എങ്ങനെ രണ്ടുപേരും ഈ പാട്ട് എങ്ങനെ ഒന്നിച്ച് പാടി? ശൈലകന്യകതാർ കവർന്നു ഹരകാല നേത്രമുടലുടറിയുണരവെ പുഷ്പബാണനൊരു മാത്ര കൊണ്ടു ഭസ്മമായി രതി ഹൃദയമുരുകവെ ഉയർന്നു കേളി താളമൊടു നിറമുണർന്നു ധൂളി പടലമുയരവേ. ഒരാൾക്ക് സ്വന്തം ഒരു അഭിപ്രായം ഉണ്ടാവും. അപ്പൊ രണ്ടുപേരുടെ അഭിപ്രായം ഇത്രയ്ക്കും ചേർന്ന് പോകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എന്തൊരു യോജിപ്പായിരുന്നു അല്ലെ. ഇറ്റ്സ് സാധാരണ ഒരു സിമ്പിൾ സോങ് ആയിരുന്നെങ്കിൽ ഓക്കെ. ഇത് അങ്ങനെയല്ല, ഒറ്റയ്ക്ക് പാടുമ്പോ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും നമ്മുടെ പാട്ടില്. പക്ഷെ രണ്ടുപേരും പാടി മനോഹരം, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ആൻഡ് കഷ്ടമായ സോങ് വേറെ. ഒരു രാഗമാലിക വേറെ. അസലായിട്ട് പാടി രണ്ടുപേരും. ഇങ്ങനെയൊക്കെ നിങ്ങളെ കോമ്പറ്റീഷനിൽ പാടിയാ 100 കിട്ടും. ഒരു ടിപ്പാണത്. അതെ, അയ്യപ്പന്റെ എപ്പിസോഡിലും നമ്മൾ പറഞ്ഞത് അതായിരുന്നു. കോമ്പറ്റീഷൻ എന്ന് കേൾക്കുമ്പോ ഇവര് ഭയങ്കര ടെൻഷനിൽ നിന്നാ പാടുന്നത്. പക്ഷെ ഇവിടെ ജഡ്ജിയില്ലല്ലോ, അത് പേടിച്ചിട്ട്. അതെ, ഫ്രീ ആയിട്ട് പാടുമ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഈ രണ്ട് കുട്ടികളുടെ നിങ്ങൾ രണ്ടൊരു മീനാക്ഷിയും ഡെയിനും അതെ നല്ല ഭംഗിയുണ്ട്, ഐശ്വര്യമായി നന്നായി ചേരുന്നു. നീ നടന്നു കഴിയുമ്പോ ഞാൻ പറയാം. അതിനേക്കാളൊക്കെ ഭംഗി രഞ്ജിനി പിന്നില് നോക്കി. ഒരു രക്ഷയില്ലാട്ടോ. നമുക്ക് ഇതിലും നല്ലൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പിസോഡ് ഇരുന്ന് കണ്ടു ആൻഡ് ഐ വാസ് സോ പ്രൗഡ്. നമ്മളെ പറ്റി ഭയങ്കര അഭിമാനം തോന്നി എനിക്ക്. രജീഷ് ആൻഡ് ദി ടീം ആൻഡ് ദി എൻറ്റയർ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എന്തൊരു ഭംഗിയുള്ള അയ്യപ്പനായിരുന്നു. ആരവിടെ ഇരിക്കണെന്ന് അറിയാൻ വേണ്ടിട്ട്. അതൊരു 9ാം ക്ലാസ്സിലെ കുട്ടിയായിരുന്നു. കണ്ടു. അതല്ലേ ശിവാങ്കി നിരാശയായി പോയത്. ശിവാങ്കി വിചാരിച്ചു എത്ര വയസ്സ്, ഞാൻ 15 വയസ്സെന്ന്. ഓക്കെ, എന്തായാലും മറ്റൊരു ഗാനവുമായി രണ്ടുപേരും കൂടി നമുക്ക് വിളിക്കാം, വരാനുണ്ട്. അപ്പൊ അവര് നമുക്ക് സ്വാഗതം ചെയ്താലോ? തീർച്ചയായും. ലെറ്റ്സ് വെൽക്കം രേഷ്മ ആൻഡ് ശിവപ്രിയ. പുരുഷാർത്ഥ സാരശിവ ഗംഗേ തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി നടന മണ്ഡപം തുറന്നു ഗംഗേ.
തറയിൽ മനസ്സിന്റെ മൺകൂടു പിന്നിൽ വെടിഞ്ഞു. നിൻപാട്ടിൽ പ്രണയമഴയിൽ ഒരു വെൺപാവായി ചിറകു കുടയും ഇരു പൊൻതൂവൽ പകലിലെരിയും ഒരു കനവിനു കാവലുമായി. നിൻപാട്ടിൽ പ്രണയമഴയിൽ ഒരു വെൺപാവായി ചിറകു കുടയും ഇരു പൊൻതൂവൽ പകലിലെരിയും ഒരു കനവിനു കാവലുമായി. ഞാൻ തിരഞ്ഞതെന്റെ ജലതീർത്ഥം. സൂര്യനാളം ഒരു സ്വരമഴയുടെ തിരിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിലൊരാഗമാണ് ശിവശൈല ശൃംഗമുടി തേടി വന്ന പുരുഷാർത്ഥ സാരഥ്യം ഗംഗേ. ഒരു രക്ഷയില്ലാട്ടോ. എന്ത് വേണം ഇനി? ഒരു ആയുസ് മുഴുവൻ വ്രതം അനുഷ്ഠിച്ചതിന്റെ പലവർക്കും കിട്ടും. ഒരു രക്ഷയില്ലായിരുന്നു. ഗംഗ ഒഴുകി ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നു. രണ്ടു പേരും ഞാനൊരു ഫീമെയിൽ ഇത്രയും നേരം ശ്രുതി Sustain സസ്റ്റെയിൻ ചെയ്യുന്നത് ആദ്യമായിട്ടാ കേൾക്കുന്നത്. ദാസേട്ടൻ പാടി എവിടെയോ എങ്കയോ വെച്ചേക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ മധുപാടിയാണ് ഇത്രയും ഏറ്റവും കൂടുതൽ സസ്റ്റെയിൻ ചെയ്ത് മധുപാടി കേട്ടെ. പക്ഷെ അത് ഒരു ഫീമെയിൽ നിങ്ങൾ പാടുക എന്ന് പറഞ്ഞാൽ അയ്യോ. രേഷ്മ ആൻഡ് ശിവപ്രിയ, കലക്കി. ഈ ശിവരാത്രി നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഒരു വലിയ ട്രീറ്റ് തന്നെയായിരുന്നു അല്ലേ? ഗംഭീരം. വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. അത് സന്തോഷമായ രണ്ടുപേർക്കും. ഇതുപോലെ തന്നെ കോമ്പറ്റീഷൻ പാടണമെന്നാണ് പറയുന്നത് കേട്ടോ. വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. വേറൊരു കാര്യം കൂടെ നിങ്ങൾ നോക്കിയോ, വിഷ്വല് ബാക്കില് പാടുമ്പോ മേളിന്ന് ഫ്ലവേഴ്സ് ഷവർ ചെയ്യുന്നയാ. ഫ്ലവേഴ്സ് ഉഷാറിങ്. പുഷ്പവൃഷ്ടി അത് നടന്നോണ്ടിരിക്കുന്നു. ബാക്കിലൊരു ലൈറ്റും ഗംഗയെ ഭയങ്കര രസം കണ്ടോണ്ടിരിക്കാൻ. അത് നമ്മൾ കണ്ട പുഷ്പവൃഷ്ടിയാണ്, അല്ലാതെയും പുഷ്പവൃഷ്ടി ഉണ്ടായിട്ടുണ്ടാകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതേ സന്തോഷത്തില് അടുത്ത രണ്ടുപേരെ ഇങ്ങോട്ട് വിളിച്ചാലോ? നിക്ക്. എങ്ങോട്ട് പോണു? ആരെ വിളിക്കണം? ആരെ വിളിക്കണം? നിങ്ങൾ വിളിച്ചോ. നിസര ചേച്ചിനെയും സാന്ദ്രനെയും വിളിക്കും. പരമ്പൊരുളേ ശിവ ശിവനാമ ജപപ്പൊരുളേ പാഹി പരമ്പൊരുളേ ശിവ ശിവനാമ ജപപ്പൊരുളേ വരവർണ്ണിന ശുഭകാമിനി ഉമതൻ പദേ വരവർണ്ണിനി ശുഭകാമിനി ഉമതൻ പദേ ചന്ദ്രകലാധര സങ്കടനാശക സന്ദടമുണരുവനേ ശിവ 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 ശംഭോ ശംഭോ ഹര 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 ശംഭോ ശിവ 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 ശംഭോ ശംഭോ ഹര 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 ശംഭോ പാഹി പരമ്പൊരുളേ ശിവ ശിവനാമ ജപപ്പൊരുളേ പാഹി പരമ്പൊരുളേ ശിവ ശിവനാമ ജപപ്പൊരുളേ
शम्भो हर 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 शम्भो 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 शिव 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 शम्भो शम्भो हर 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 शम्भो शिव 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 शम्भो शिव शम्भो हर 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 शम्भो മേഘമുരുക്കുകനീ തുടി തൊട്ടുതലോടുകനീ ഇനിനീരെ ജടാമഴമടിയുഷസ്സി നന്മ കൊളുത്തുകനീ ഇനിനീരെ ജടാമഴമടിയുഷസ്സി നന്മ കൊളുത്തുകനീ ഹിമഗിരി നന്ദിനി വളുടെ നെഞ്ചിൽ ഹംസധ്വനിയാമി शिव 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 शम्भो शम्भो हर 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 शम्भो शिव 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 शम्भो शम्भो हर 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 शम्भो पाहि परं पुरुळे शिव शिव नाम जप पुरुळे पाहि परं पुरुळे शिव शिव नाम जप पुरुळे वरवर्णिनि शुभकामिनि उमतं पदे वरवर्णिनि शुभकामिनि उमतं पदे चन्द्रकलाधर सङ्गणनाशक सन्दतमुणरुगने शिव 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 शम्भो शम्भो हर 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 शम्भो शिव 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 शम्भो शम्भो हर 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 शम्भो ആഹാ, നൈസ് നൈസ് വെരി ബ്യൂട്ടിഫുൾ. വെരി ബ്യൂട്ടിഫുൾ. ജഡ്ജസ് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. കളിക്കാ? താങ്ക് യു മാം. രണ്ട് സുന്ദരി കുട്ടികൾ. അല്ല എല്ലാരും ഇട്ട് നമ്മുടെ പിള്ളേരെ ആദ്യം ഇവരെ കാണണോ, പാട്ട് കേൾക്കണോ? ചേച്ചി അതെ. ആദ്യം ആ ചോദ്യം ചോദിക്കൂ ചേച്ചി. സാൻഡ്രയോട് ചോദ്യം ചോദിക്കൂ ചേച്ചി. ഇന്നലെ കുട്ടിക്ക് ഒരു സർപ്രൈസ് വന്ന് ഓർമ്മയുണ്ടോ? സർപ്രൈസ് ആയിട്ട് വന്നില്ലേ? മാം, ചേച്ചി പറ കമോൺ ചേച്ചി. എന്താ ചേച്ചി ഇന്ന് അങ്ങനെ മിണ്ടാണ്ടൊന്നും ഇരിക്കരുത് ചേച്ചി. വേണമെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ ചോദിക്കാൻ പോവാ. ആ ഹസ്ബൻഡ് പോയോ മാ? അതാണോ? മാം ഇന്ന് രാത്രി പോവും. ഇന്ന് രാത്രി അയ്യോ, അതെ. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരത്തെ വിടോ കുട്ടീനെ? അതെ കുട്ടി പാടി കഴിഞ്ഞാൽ ഓടിപ്പൊക്കോളൂ. അതെ പൊക്കോളൂ. ശരി മാം. ഇന്നലെ പോയി ഞാൻ അറിഞ്ഞു. ഇന്നലെയും ഞാൻ നേരത്തെ ഓടി. സ്മോൾ ബേർഡി ടോൾഡ്. അല്ല നമുക്ക് മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാവണ്ടേ? എനിക്ക് എന്ത് മനസ്സിലാകും? മനസ്സിലാവും. അല്ല കല്യാണം കഴിഞ്ഞവർക്ക് ഇങ്ങനെ ഒരുപാട് അതിന് നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അതെന്തിനാ കല്യാണം കഴിക്കണേ? അല്ലാണ്ട് അറിയോ? പള്ളിയിലച്ഛൻ കല്യാണം കഴിച്ചിട്ടാണോ ഈ കല്യാണത്തിന് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത്? സീരിയസ്ലി അതെന്താന്ന് അവന് മനസ്സിലായില്ല, പക്ഷെ ബാക്കിയെല്ലാം മനസ്സിലായി. അപ്പൊ എന്തായാലും ജഡ്ജസിന് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. താങ്ക് യു. സാന്ദ്ര സുഖല്ലേ? അല്ല പക്ഷെ എല്ലാ ഒരു കാര്യമുണ്ട്. വരുമെന്ന് എനിക്കറിയാം. സാൻഡ്രയുടെ മുഖം കുറച്ചും കൂടി സുന്ദരിയായിരിക്കുന്നു. സാന്ദ്ര ഇന്ന് വന്നിട്ട് ഞാൻ വിചാരിച്ചു Wedding glow. ഇതാണ് ചേച്ചി ഒന്നും പറയൂലെന്ന് ആരോടാ പറഞ്ഞേ? ഞാൻ പറഞ്ഞാലോ ഓഹോ, നിങ്ങൾ പറഞ്ഞോ? അതന്നെ. മീനാക്ഷി എന്തോ? നമുക്ക് ആ ഒരു സർപ്രൈസ് ഇപ്പോ ജഡ്ജസിനോട് നമ്മുടെ പ്രേക്ഷകരോടൊക്കെ അങ്ങ് പൊട്ടിച്ചാലോ? അതെ, നമുക്ക് പൊട്ടിക്കാം, അല്ലേ? നമുക്കിവിടെ നമ്മുടെ കണ്ടസ്റ്റന്റ്സിന്റെ പാട്ടൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തുടക്കത്തില് നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയപ്പോ നമ്മളൊരു ശ്ലോകം കേട്ടിരുന്നില്ലേ? ഞങ്ങള് നടന്നു വന്ന ആ ശ്ലോകത്തിന് ഈ ഫ്ലോറിൽ ഒരാളായിട്ട് ബന്ധമുണ്ട്. എനിക്കറിയാം. ചെറിയ ബന്ധമൊന്നല്ല, വളരെ വലിയ അടുത്ത ബന്ധം. ആ വ്യക്തി തന്നെയാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തത്, അതെ, ആ വ്യക്തി തന്നെയാണ് പാടിയത്, ഫ്ലൂട്ട് വായിച്ചത്. ആരായിരിക്കും? വായിക്കുന്ന ഒരാളല്ലേ ഉള്ളൂ. ഹരിപ്രസാദ്. നമ്മുടെ ഫ്ലൂട്ടിസ്റ്റ് ഹരിപ്രസാദ് ആണ് നമ്മുടെ ഈ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തതും പാടിയതും. ഗംഭീര സോങ് ആയിരുന്നു. അപ്പോ ആദ്യം തന്നെ ഒരു വലിയ കയ്യടി, ഒപ്പം താങ്ക് യു, നല്ലൊരു ഗാനം ഞങ്ങൾക്ക് നൽകിയതിന്. താങ്ക് യു സോ താങ്ക് യു. സാറാണ് എന്റെ അടുത്ത് പറഞ്ഞ ആള് ഗായകനാണെന്ന്. അതെ, കുറച്ച് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്ത് പാടി, നന്നായിട്ട് പാടി. അതിൽ ഫ്ലൂട്ടും വായിച്ചു. അതിനുശേഷം ഓരോ പാട്ടുകൾ ഞാൻ ഒരു പാട്ടിൽ എന്റെ എന്തോ ചെയ്തിരുന്നു. ആൽബം ചെയ്തിരുന്നു ആദ്യമായിട്ട് ചെയ്ത ആൽബത്തിന്റെ ഇൻട്രൊഡക്ഷൻ ചെയ്തത് ഇൻട്രൊഡക്ഷൻ. ഓക്കെ ഓക്കെ, നമുക്കൊരു രണ്ടുപേര് ഒന്ന് കേട്ടാലോ? രണ്ടുപേര് പാടാൻ പറ്റോ?
വെണ്ണില കുമ്പിലേറാ പാടി എന്നുമീട്ടന്റെ ചിങ്കാരി വെണ്ണില കുമ്പിലേറാ പാടി എന്നുമീട്ടന്റെ ചിങ്കാരി മഞ്ഞു നീർത്തുള്ളി പാഞ്ഞോമൽ കുഞ്ഞു കൺപീരി കണ്ണീരോ വെണ്ണില കുമ്പിലെ പാടി എന്നുമീട്ടന്റെ ചിങ്കാരി. സർ, നമ്മുടെ ജയരാജണ്ണൻ ടീം, നമ്മുടെ ഓർക്കസ്ട്ര ടീമിന് നല്ലൊരു കൈയ്യടി കൊടുക്കണം. കാരണം അതിന്റെ കൂടെ ആ ഫീലിൽ ഞങ്ങൾ അങ്ങ് പോയി. സർ, ഇനി നമുക്ക് അടുത്തൊരു ഗാനവുമായിട്ട് രണ്ടുപേരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം അഞ്ജു ആൻഡ് ഗ്രീഷ്മ. നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ. ശ്രീ ശങ്കരനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ടിവിടെ. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. മുടന്തനും കുരുടനും ഉമയും വിവിധ ദുഃഖിതരായവരും നൊന്തു വിളിക്കുക കാരുണ്യമേകുന്ന ശംഭുവേ കൈ തൊഴുന്നേ. നൊന്തു വിളിക്കുക കാരുണ്യമേകുന്ന ശംഭുവേ കൈ തൊഴുന്നേ. അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അരൂപിയാകിലും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാം. വെള്ളിക്കുന്നും ചുടല് കാണും വിലാസ നർത്തന രംഗങ്ങൾ. ഉടുപ്പിലുണരും ഓംകാരത്തിൽ ചോടുകൾ ചടുലമായി ഇളകുന്നു. സംഹാര താണ്ഡവമാടുന്ന നേരത്ത് ശൃംഗാര നടനം മാടുന്നു.
ചുട്ടൂരു കണ്ണിൽ കനലല്ല കാമമാണിപ്പോൾ ജ്വലിപ്പതെന്നോ കുന്നിൻ മകളറിയാതെ ആകങ്കയ്ക്ക് ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ കുന്നിൻ മകളറിയാതെ ആകങ്കയ്ക്ക് ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ അമ്പലമില്ലാതെ ആതറയിൽ വാഴും ഓംകാരമൂർത്തിയോ ചിറയിൽ പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ ആഹാ ഗംഭീരം. ഹായ് അഞ്ജു, ഹായ് ഗ്രീഷ്മ. എങ്ങനെ പാടിയും തോന്നി? ടെൻഷനില്ലായിരുന്നു കോമ്പറ്റീഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ജഡ്ജസ് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഇവരെന്ത് രസാ. അതെ. ചേട്ടാ എന്ത് രസായിരുന്നു. ജെയിൻ ചേട്ടനും ആ ചേട്ടനും പൊളിച്ചു. എന്താ രസം, ബ്യൂട്ടിഫുൾ. നന്നായിരുന്നു കേട്ടോ, രണ്ടുപേരും നന്നായിട്ട് പാടി, നല്ല രസമായിട്ട് പാടി. വിദ്യാധരന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട്, വളരെ ഫേമസ് ആണ് ഈ പാട്ട്. പ്രത്യേകിച്ച് ആ പല്ലവി കേൾക്കുമ്പോൾ തന്നെ അതിൽ വീഴും നമ്മൾ. വിദ്യാധരന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്ങുകളിൽ പെട്ട ഒരു പാട്ടാണ്. അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തിയോ ചിറയിൽ പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ അമ്പലമില്ലാതെ. കറക്റ്റ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻ അത് വളരെ മാച്ചായിട്ട് വന്നു. നിങ്ങൾ അതിമനോഹരമായിട്ട് പാടി. ഇതിൽ കൂടുതൽ എന്താ നമ്മൾ. അതെ, നമ്മൾ പറയാനുള്ള വളരെ ഗംഭീരമായിട്ട് പാടി. അതെ. ഇന്ന് ഞങ്ങളൊരു ഭക്തി സാന്ദ്രത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പൊ ആര് ശിവലിംഗം കാണണോ, സുന്ദരികുട്ടികളെ കാണണോ, പാട്ട് കേൾക്കണോ, ഈ സ്ക്രീൻ വിസ്താര കാണണോ, അവരുടെ ഇൻസ്ട്രുമെന്റ്സ്, അവരുടെ BGM കേൾക്കണോ, എന്താ ഇതിൽ എനിക്ക് അറിയില്ല. ഇന്ന് ഞങ്ങളൊരു ഭയങ്കര മൂഡിലിരിക്കുക. എന്തൊക്കെ സ്ക്രീനാ, ഏതൊക്കെ ചാനൽ കണ്ടാലും ഫ്ലവേഴ്സിന്റെ ഒരു സ്ക്രീൻ വാല്യൂ കാണുന്നത് സത്യം, അത് വേറെ ഒന്നിലും കണ്ടിട്ടില്ല ഞാൻ. അത്ര ഭംഗി. നമ്മുടെ DOP TD ശ്രീനിവാസ്, എല്ലാവർക്കും നല്ലൊരു എല്ലാ കൈയടി. ഡിപ്പാർട്ട്മെന്റിനും വലിയ കൈയടി. അതെ അത് എല്ലാവരുടെയും ഒരു ഈക്വൽ. അതെ. അതെ 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 അതെ. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് സിയാദ്, എല്ലാവർക്കും, അതായത് എല്ലാവരുടെയും ഒരു ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു വലിയ കൈയടി. നല്ലൊരു കൈയടി.